നിലാക്കണ്ണമിറ്റിട്ട് നിറയും കുളിരുമ നിന്നു വിതുമ്പുന്നോരോർമ്മ പച്ചിലച്ചാർത്തുകൾ തഴുകിയുണർത്തുന്ന മൃദുരവമായിന്നൊരോർമ്മ. എന്നാ ചെയ്താലി ഉനക്ക് സൗഖ്യം താനാ? പടച്ചോന്റെ കൃപോണ്ട് അങ്ങനെ അങ്ങ് പോന്നു ഡ്രൈവറെ. 2 നാളാച്ച് ഒരേ ഓട്ടം, തൂക്കമേ ഇല്ലേ. எல்லாமே பசங்களுக்கு தானே. வாழ்கே இப்படிதான். சரி, ஸ்ட்ராங்கா ஒரு டீ கொடுங்க. நம்ம രാമകൃഷ്ണൻ ഊരിലേ പോവാതാ? ഓനേടെ പോവാനാ ഡ്രൈവറെ? നാട്ടിൽ ആരുമില്ല പാവത്തിന്. ഏടന്നോ വന്ന് ഈ ലോറിത്താവളത്തിൽ എത്തിപ്പെട്ടതാ. പക്ഷേ നമ്പാൻ പറ്റൂല. പോവതുക്ക് ഊരേ ഇല്ലാമ ഒരു കൂട്ടം, ഊരുക്കേ പോക മുടിയാതൊരു കൂട്ടം. എല്ലാമേ അവരുടെ ഗെയിം. പ്രവാസ ലോകം പരിപാടിയിലേക്ക് സ്വാഗതം. സ്വന്തം ഉപ്പയെ ഇതുവരെ കാണാൻ ഭാഗ്യമില്ലാത്ത ഒരു 4 വയസ്സുകാരിയുടെയും ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു യുവതിയുടെയും കഥയാണ് ഈ ലക്കത്തിൽ. വാഴ്വേ ഇപ്പടിതാ. രാഷ്ട്രീയ കലാപങ്ങളും കൊലപാതകങ്ങളും അരങ്ങുവാഴുന്ന കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഈ കുടുംബം. ഈ കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് 2 വർഷമായി യാതൊരു വിവരവുമില്ല. വല്ലാത്തൊരു ദുനിയാവന്നിത്. കണ്ണൂർ ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ കണ്ണാടിപ്പറമ്പിലെ നജീബിന്റെ കുടുംബമാണിത്.
നജീബ് പോയിട്ടിപ്പോൾ 4 വർഷമായി. അതിലിടയ്ക്ക് 2 വർഷമായിട്ട് യാതൊരു വിവരമില്ല അല്ലേ? ഈ 2 വർഷത്തിനിടയ്ക്ക് കത്തും കാശൊക്കെ വന്നിരുന്നില്ലേ? അതെ. ഹിമാർ ഓനേതേ പിലിപ്പേനും കിട്ടിയിട്ട് അവിടെ കൂടിയിട്ടുണ്ടാവുന്നു. പൈസ എല്ലിൻ്റെ കുത്തുമ്പോ കെട്ടികളെയും കുട്ടികളെയും മറന്നു. ഇങ്ങനത്തെ ചില ഹിമാറുകള് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടാവും. നമുക്ക് ശ്രമിക്കാം, എങ്ങനെയെങ്കിലും കൊണ്ടുവരാം. ഒരു ഗൾഫുകാരന്റെ ഭാര്യയാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല സർ. ഞങ്ങൾക്ക് നജീബ് ഖാനെ വേണം. എന്റെ മോള് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ഉപ്പാനെ. അപ്പോ ഞമ്മള് പറഞ്ഞ തന്നെയാണ് കേസ് കെട്ട്. ഓൻ അവിടെ വേറെ വീടായിട്ടുണ്ട്. ഓന്റെ കയ്യിലെ കായ് തീരുമ്പോ ആ വമ്പത്തി പൊടി തട്ടി പോവുകയും ചെയ്യും. ഇതുവരെ സ്വന്തം ഉപ്പാനെ കണ്ടിട്ടില്ല ഈ പാവം കുട്ടി. മോക്കെന്തെങ്കിലും പറയാനുണ്ടോ? മോള് ജനിക്കുന്നതിന് മുന്നേ ഇക്ക കണ്ടുവച്ച പേരാ ഗസാലിയാന്ന്. എന്നിട്ട് ഉപ്പാന്റെ നാവുകൊണ്ട് ആ പേരൊന്ന് വിളിച്ചു കേൾക്കാൻ ആകെ ഉണ്ടായില്ല എന്റെ കുട്ടിക്ക്. ഇപ്പൊ ഈ ദുനിയാവില് ആർക്കും ആരോട് സ്നേഹമില്ലാന്ന്. കിട്ടണ് പോരട്ടെ എന്ന് വിചാരിക്കുന്ന കൊറേ ബിലീസുകള്. നജീബിന്റെ ഉപ്പ പണ്ട് മലബാറിലെ ഗായകനായിരുന്നു അല്ലേ? ഞങ്ങൾ എന്റെ മോനായിട്ടല്ല, സ്വന്തം മോനായിട്ടാ ഞാനോനെ പോറ്റിയത്. ഓന്റെ ഇളയത് അമീറിനെ ഭൂമിയിൽ പെറ്റിട്ടപ്പോളെ ഇസ്രായേല് കുഞ്ഞാമിനെ കൊണ്ടുപോയി. പിന്നെ ഞാൻ എന്റെ കുട്ടീനെ വളർത്തിയത്. ഇത്ര കാലം നമ്മളെ കാണാണ്ട് അമ്മായിന്ന് വിളിക്കാണ്ട് എന്റെ കുട്ടിക്ക് കഴിയാൻ പറ്റൂല. പെറ്റമ്മല്ലാത്ത വിഷമവും ഞാനോൻ അറിയിച്ചിട്ടില്ല. എന്റെ ആങ്ങളെന്റെ മക്കൾക്ക് വേണ്ടിട്ടാ ഞാനിങ്ങനെ ഒറ്റ തടിയായത്. അവൻ നല്ല വരാത്. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഈ ദുനിയാവിലില്ല നജീബ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി വിവാഹം പോലും ഉപേക്ഷിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മായി, അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങളോടൊപ്പം ഇറങ്ങിപ്പുറപ്പെട്ട ഈ പാവപ്പെട്ട പെൺകുട്ടി, നിങ്ങൾ ഒരിക്കൽ പോലും കാണാത്ത നിങ്ങളുടെ ഗസാലി എന്ന മകൾ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ചെയ്ത്താന്റെ മനസ്സും മനുഷ്യന്റെ ചേലുള്ള ജീവികളെ പടച്ചത് ഓന്റെ കളി അല്ല. എന്താ പറയാ? നജീബിന്റെ അനുജൻ അമീർ കൊല്ലപ്പെടുകയായിരുന്നു അല്ലേ? നജീബിക്ക് ഒരുപാട് ഉപദേശിച്ചത് അമീറിന്. ഇക്ക സൗദിയിലേക്ക് പോയ അന്ന് രാത്രിയില അമീർ ആ വാർത്ത അറിഞ്ഞ് തിരിച്ചു വരാൻ ഒരുങ്ങിയതാ നജീബിക്ക. പക്ഷെ വരണ്ടെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. എന്റെ കുട്ടിക്ക് അടച്ചോന്റെ മനസ്സായിരുന്നു. ഓനെ വിളയെന്ന് വെച്ചാല് ഓന്റെ കൽബായിരുന്നു. അനുരാഗ ചന്ദ്രികയരികിൽ അനുരാഗ ചന്ദ്രികയരികിൽ പുതുനാരി വിരിയിട്ട ചിരിയിൽ ഒരു ഗാനമാകയോ മൊഴിയിൽ മഞ്ഞ് തൂകിയിട്ടതോ കവിളിൽ
മിഴിമൂടി നിന്നു അവളൊരു റാണിയായി, മിഴിമൂടി നിന്നു അവളൊരു റാണിയായി. കൈതാളമേളമായി സഖികൾ പൊട്ടും പാട്ടുമിട്ടു നിന്റെ അരികിൽ, കൈതാളമേളമായി സഖികൾ പൊട്ടും പാട്ടുമിട്ടു നിന്റെ അരികിൽ. വിടരുന്നു നീയോ രാവിൻ ഗീതമായി, ഒഴുകുന്നു നീയോ പനിനീർ തുള്ളിയായി. അനുരാഗ ചന്ദ്രികേ അരികിൽ എന്ന നാട്ടിലഴകുള്ള മാതളപ്പൂവിരിഞ്ഞ പോലെ, തളിരിട്ടമായ വനകാന്തി എത്രയും നീ അണിഞ്ഞ പോലെ. എന്ന നാട്ടിലഴകുള്ള മാതളപ്പൂവിരിഞ്ഞ പോലെ, തളിരിട്ടമായ വനകാന്തി എത്രയും നീ അണിഞ്ഞ പോലെ. കുളിരേന്തിയെത്തിയൊരു കുഞ്ഞു കാറ്റു തഴുകിക്കടന്ന പോലെ, അകതാരിനുള്ളിൽ അഭിലാഷവർണ്ണമഴ പെയ്തമർന്ന പോലെ. കിളിക്കൊഞ്ചലിട്ടു നീ മെല്ലെയെത്തി മുളം തണ്ടുലഞ്ഞ പോലെ, കിളിക്കൊഞ്ചലിട്ടു നീ മെല്ലെയെത്തി മുളം തണ്ടുലഞ്ഞ പോലെ. പുഴയിൽ തുടിച്ച പരൽമീൻ കുരുന്നിളകിയോടിടുന്ന പോലെ, പുഴയിൽ തുടിച്ച പരൽമീൻ കുരുന്നിളകിയോടിടുന്ന പോലെ. സാരി സരി മവര മവര സാര. ഇണയെ തിരഞ്ഞുവന ശാരികേയവനയോർത്തിരിക്കയാണോ, മനകോണിൽ ഇന്നവന നേർച്ചയിട്ട് നീ കാത്തിരിക്കയാണോ. ഇണയെ തിരഞ്ഞുവന ശാരികേയവനയോർത്തിരിക്കയാണോ, മനകോണിൽ ഇന്നവന നേർച്ചയിട്ട് നീ കാത്തിരിക്കയാണോ. ഈ ജീവനത്രയും നീയുമായവൻ കൂട്ടുകൂടെയാണോ, പ്രിയ കാമുകന്റെ കളിവാക്കു കേട്ടു നീ നാണമാർന്നതാണോ. അതിചേലിലിളകുന്ന മേനിയത്രയും മോഹമുദ്രയാണോ, അതിചേലിലിളകുന്ന മേനിയത്രയും മോഹമുദ്രയാണോ. ഒരു സ്നേഹമൈന നിൻ മുഞ്ചിലാകയും തട്ടമിട്ടതാണോ, ഒരു സ്നേഹമൈന നിൻ മുഞ്ചിലാകയും തട്ടമിട്ടതാണോ. അനുരാഗ ചന്ദ്രികേ അരികിൽ, അനുരാഗ ചന്ദ്രികേ അരികിൽ പുതുനാരി വിരിയിട്ട ചിരിയിൽ ഒരു ഗാനമാകയോ മൊഴിയിൽ മഞ്ഞ് തൂകിയിട്ടതോ കവിളിൽ. മിഴിമൂടി നിന്നു അവളൊരു റാണിയായി, മിഴിമൂടി നിന്നു അവളൊരു റാണിയായി. കൈതാളമേളമായി സഖികൾ പൊട്ടും പാട്ടുമിട്ടു നിന്റെ അരികിൽ, കൈതാളമേളമായി സഖികൾ പൊട്ടും പാട്ടുമിട്ടു നിന്റെ അരികിൽ. വിടരുന്നു നീയോ രാവിൻ ഗീതമായി, ഒഴുകുന്നു നീയോ പനിനീർ തുള്ളിയായി. അനുരാഗ ചന്ദ്രികേ അരികിൽ നജീബക്ക, ഇന്നലത്തെ പാട്ട് അസ്ലായിക്കണ കേട്ടോ. അത് പിന്നെ അങ്ങനെയാ, കൊള്ളാന്നൊരു പാടിയാലേ അസ്സലാവും.
അല്ല, ഞാൻ അറിയാൻ വയ്യാനോട് ചോദിക്കുക, നിങ്ങൾ ആരാന്നാ വിചാരം? മുഹമ്മദ് റാഫിയ? എന്താ സംശയമുണ്ടോ? ഉം. നിനക്കറിയോ ഈ നജീബ് ആരാന്ന്? ആ, ഇനി ഞാൻ പറയാം. നിനക്കറിയോ സുബൈദ, മഹാനായ ഗായകൻ ഉസ്താദ് കാസിം ഭായിയുടെ മോനാ ഞാൻ. ഉം. അതല്ലേ പറയാൻ വന്നത്? അതെ, അത് തന്നെ പറയാൻ വന്നത്. ഉസ്താദ് കാസിംബയുടെ മോൻ തന്നെയാ ഞാൻ. എന്റെ ഉപ്പാന്റെ പാട്ടില്ലാത്ത ഒരു കല്യാണപ്പരി ഉണ്ടായിട്ടില്ല ഇവിടെ. ഉപ്പ ആനയാണെന്ന് വെച്ച് മോൻ എങ്ങനെ ആവണമെന്നില്ലല്ലോ. ഹ, ഇങ്ങക്ക് ശ്രുതിയുണ്ടോ, താളമുണ്ടോ? പറ. എനിക്ക് ശ്രുതിയില്ലേ? ഉണ്ട്. താളമില്ലേ? ഉണ്ട്. എന്താ എന്റെ ശ്രുതിയും താളം? ഞാനല്ലേ അത്? എന്നാലും അത് ശരിയല്ലല്ലോ ആജിക്ക. ഇജ്ജ് കൊറേ നേരമായല്ലോ ഇത് ശരിയല്ലല്ലോ ശരിയല്ലല്ലോ എന്നും പറഞ്ഞു നടക്കണേ. ഏത് ശരിയല്ല എന്നാ ഇജ്ജ് പറയണത്? ഒന്നുമില്ല, എന്നാലും അത് അത്ര ശരിയല്ലല്ലോ. നൊസ് വല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിലേ അന്ന നമ്മൾ ഏർപാടി കൊണ്ടാക്കാം. അല്ലേ ഇജ്ജ് കാര്യം പറ. ഈ നാട്ടിലെ ഏറ്റവും നിലയും വിലയുള്ള ആളല്ല ആചാരങ്ങള്. അതെന്താ മൊയ്തീനെ, അനക്കിപ്പോ പുതിയൊരു സംശയം? പുത്തൻപുരക്കൽ അഹമ്മദ് ഹാജിന്റെ വില കുറഞ്ഞു തോന്നാൻ തുടങ്ങി അനക്ക്? അല്ലോ, നിങ്ങളെ വില കുറഞ്ഞെന്ന് തോന്നാനോ? മൊയ്തീനെ, ഇജ്ജ് കാര്യം എന്താന്ന് വെച്ചാ പറ. വെറുതെ വളഞ്ഞ് മൂക്ക് പിടിക്കണ്ട. എന്തോ ഒരു ചുറ്റിക്കളി ഇല്ലെന്ന് മൊയ്തീനൊരു സംശയം. ആർക്ക്? എന്റെ ബീവിക്ക? നമ്മുടെ പഴയ പാട്ടുകാരൻ കാസിംബായിന്റെ മോനായിട്ടേ നിങ്ങളെ മൂക്ക് ചുറ്റിക്കളി ഉണ്ടോ എന്ന് ചെറിയൊരു സംശയം. കൊത്തി അരിഞ്ഞാളും കള്ള ഹിമാർ. വേണം, വേണം, വേണം. ആ സൈത്താന്റെ മോൻ അറിയില്ല ഈ പുത്തൻപുരക്കൽ അഹമ്മദ് ഹാജി ആരാണെന്ന്. ആ ചിക്കന്റെ കുടുംബമായിട്ട് ബന്ധപ്പെടാൻ ഓനെന്ത് യോഗ്യതകള്. മൊയ്തീനെ, ഒരു കൊല എന്തായാലും നടക്കും. കൊട്ടേഷനാണ് ഇപ്പോഴത്തെ പേശ. നമുക്ക് കൊടുത്തോളാം. അഹമ്മദ് ഹാജിക്ക് അതൊന്നും വേണ്ടടോ. വേണ്ട വേണ്ട വേണ്ട. 10ാം നമ്പർ കത്തിയുണ്ട്. ഒരു കേറ്റങ്ങ് കേറ്റും വാരി പള്ളക്ക്. ഇജ്ജ് പറഞ്ഞത് നേരാണെങ്കിൽ ഓന്റെ, നുണയാണെങ്കിൽ എന്റെ. റബ്ബില്ലാൽ അമീനായ തമ്പുരാനെ, 10ാം നമ്പർ കത്തി താങ്ങോ ഈ പള്ള. സുബൈദ, എന്താ ഉപ്പ? എന്തു പറ്റി എന്റെ പുത്തൻപുരയിൽ അഹമ്മദ് ഹാജിക്ക്? ഇഞ്ച മോൾ ഉപ്പാനെ സങ്കടപ്പെടുത്തു. എന്താ എന്റെ പുന്നാര ഉപ്പയ്ക്ക് ഇപ്പൊ ഒരു പുതിയ സംശയം? ഉപ്പായ്ക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അതിന് കഴിയുമെന്ന്? ഇക്കറിയാം എന്റെ മോളെ. ഇജ്ജെന്താ പന്തം കണ്ട പെരിച്ചായിനെ പോലെ നോക്കണ്? എന്റെ പടച്ചോനെ, മനുഷ്യൻ ഇപ്പ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ലാന്ന്. എന്താ ഉമ്മ പ്രശ്നം? എന്റെ ഉപ്പാനോട് ചോദിക്ക്. പറയൂപ്പാ, എന്താ കാര്യം? ഒന്നുമില്ല മോളെ, ഇവള് വെറുതെ. ഞാൻ പറയാം. ആ പസാദ് മൊയ്തീൻ നിന്റെ ഉപ്പാനോട് പറഞ്ഞു കൊടുത്തിക്കണേ നീയും ആ പാട്ടുകാരൻ നജീബും തമ്മിൽ ലോഹിത്തിലാന്ന്. എന്നിട്ടത് വിശ്വസിച്ച ഉപ്പ? ഇല്ല, ഉപ്പാക്കാരെ എന്റെ മോളെ. ആ പിന്നെ നാളെ കുണ്ടോട്ടിന്നൊരു കൂട്ടര് ഇഞ്ച കുട്ടീനെ കാണാൻ വരും. നല്ല ഹൂറി മോളായി ചമഞ്ഞു നിന്നോളെ എന്റെ കുട്ടി. ശരി. ആ രക്ഷപ്പെട്ടു. എത്ര കാലം ഇങ്ങനെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനാവുക? ഒരു കുത്തുവെച്ചാരും. മോളെ, ചായ കുടിക്ക്. വരുന്നുമ്മാ, ഇവിടെ ഇരിക്കും. ഏയ്, കാര്യങ്ങളൊന്നും നീ പറയും പോലെയല്ല. ആവേശം മാത്രം കൊണ്ടൊന്നും ഒരു രാജാവും സാമ്രാജ്യം തീർത്തിട്ടില്ല. കാര്യമൊക്കെ ശരിയാ ഹരി, പക്ഷേ
ഇന്നൊന്നിലും മനസ്സിൽ കയറിയതല്ല അവള്. നിനക്ക് തോന്നുന്നുണ്ടോ നജീബേ കാര്യങ്ങൾ അത്ര എളുപ്പമാണെന്ന്? അവളെ വീട്ടുകാരെ സമ്മതത്തോടു കൂടി ഒരു വിവാഹം, അത് സാധിക്കുമെന്ന് വിശ്വാസമുണ്ടോ നിനക്ക്? എടാ, ഞാനും അവളും തമ്മിലെടുത്തത് ആരുടെയും വീട്ടുകാരുടെ അനുവാദം ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്നല്ല നജീബേ, വീടും വീട്ടുകാരൊക്കെ ഒരു പ്രശ്നം തന്നെയാ. പോട്ടെ, അവൾ നിന്റെ കൂടെ ഇറങ്ങി വന്നാൽ എങ്ങനെ നിങ്ങൾ ജീവിക്കുക? ചോറില്ലെങ്കിൽ കഞ്ഞി മതിന് സുബേദ വെക്കുമായിരിക്കും. പക്ഷേ മറ്റു ചിലവുകൾ ഒക്കെ ആലോചിക്കണ്ടേ? നിനക്ക് ഓർമ്മയില്ല നമ്മുടെ കൂടെ സ്കൂളുണ്ടായിരുന്ന മുസ്തഫെ? അവന്റെ വീട് പണിക്കൊണ്ടോ സാധനങ്ങളാ. അവനിപ്പം വലിയ ഗൾഫുകാരനല്ലേ? പോണം. നീ പറഞ്ഞ പോലെ കയ്യിൽ കാശുണ്ടായാലേ കാര്യമുള്ളൂ. എനിക്കറിയാം നിന്നെ, നീ പോകൂല. പണ്ട് കദീജമ്മായി ആകെ ഉണ്ടായിരുന്ന ചിറ്റും കൊറലാരും വിറ്റ് എങ്ങനെയൊരു വിസ ശരിയാക്കി തന്നല്ലേ നിനക്ക്? എന്നിട്ടെന്തായി? പോയോ നീ? കല്യാണ വീട്ടിലെ പാട്ടും കല്യാണം കഴിക്കാൻ ആശിക്കുന്ന പെണ്ണിനെയും വിട്ട് എവിടെയും പോകാനാവില്ലെന്നല്ലേ അന്ന് പറഞ്ഞത്? അല്ല, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഹരി. ആ, എല്ലാം ശരിയാവും. ഈ ഹലാക്കൊന്ന് ഓട്ടാൻ പഠിപ്പിക്കാൻ പറഞ്ഞാൽ മൂപ്പര് കേൾക്കൂല. എൻ്റെ അമ്മനും മുന്നിലിരുത്തി കാറോടിച്ച് പോണത് മുടങ്ങാതെ സ്വപ്നം കാണല് എൻ്റെ പണി. ആകെ ചുറ്റിലകത്തന കത്തന പുത്തന സത്തന ബിഗുള്ള ചക്കത മുഖ സംഗത മജ്ജ ചന്ദ്ര മജ്ജ ദമ്പ. ഞാൻ വെറുതെ ഓരോ പാട്ട് പാടിയ മോളെ. എനിക്കൊരു സഹായം ചെയ്യണം. കുണ്ടോട്ടിക്കാര് സുബൈദ കുട്ടീനെ പെണ്ണ് കാണാൻ വരരുത്, അത്രയല്ലേ ഉള്ളൂ. അത് പോയി കേട്ട് 100 ഉറുപ്പ്യോ റൈറ്റൊക്കെ കൂട്ടിക്കിട്ടോ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. പ്രശ്നമില്ല, അടുത്ത കല്യാണം മുടക്കുമ്പോൾ കൂട്ടി തന്നാ മതി. മൂക്കപ്പൊടി കളിക്കാം. 100 ഉറുപ്പ്യ. എന്നാലും അവര് വരാഞ്ഞത് സങ്കടമായിപ്പോയി. പോകാൻ പറയാജിക്ക. കുണ്ടോട്ടിക്കാർ വന്നില്ലേ കോയമ്പത്തൂർക്കാർ വരും. എനിക്കൊരു 100 കിട്ടും ചെയ്യും. 100? അല്ല, കല്യാണം നടന്നു കഴിഞ്ഞാൽ ആചാരിക്കൊരു 100 തരുമല്ലോ, അത് പറഞ്ഞ മനസ്സിലായിട്ടില്ലേ? ഏതോ കള്ള ഹിമാറ് മുടക്കിയത് തന്നെയാ. ഒരു പണിയില്ലാത്തൊരു ഇബിലീസിന്റെ മോൻ. ഓനെ നമ്മളെ കൈ കിട്ടിയ എന്തേ? അല്ല, എത്രയും പെട്ടെന്ന് നല്ലൊരു ചെക്കനെ കിട്ടണമെന്ന് ഏതോ വരുന്നതാ. ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? ഒന്നുമില്ലേലും പ്രശ്നം എന്താണെന്നറിയാലോ. ഇതാപ്പോ വലിയ കഥയായത്. അല്ല പിന്നെ, നിങ്ങളെ നിലയും വലിയും നോക്കണ്ടേ? വരാത്തോല് വരണ്ടാന്ന്. നഷ്ടം ഓൽക്ക് തന്നെയാ. പുത്തമ്പൊരയിൽ അഹമ്മദാജിന്റെ ബന്ധുക്കളാകാനുള്ള യോഗ്യത ഓർക്കില്ലാന്ന് കൂട്ടിയാ മതി. എന്നാലും എന്നാലില്ല. നിങ്ങൾ നടന്നോട്ടോട്ട്. അല്ല പിന്നെ, മനുഷ്യനെ ടെൻഷനൊക്കെ കിട്ടാനുള്ള ഊം ചെയ്യൂ. ഏയ്, എന്താടാ പ്രശ്നം? ഞാൻ കുറച്ചു നാളായി നിന്നെ ശ്രദ്ധിക്കുന്നു. എന്തൊരു വലിയ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. സുഭേദമായി എന്തെങ്കിലും? ഇല്ല, പക്ഷെ ഹരി, അമീറിന്റെ പോക്കെന്തോ അത്ര ശരിയല്ലെന്നൊരു തോന്നൽ. ഞാനത് നിന്നോട് സംസാരിക്കണമെന്ന് കരുതിയതാ. അവനിപ്പം പഴയ അമീറല്ല. കാര്യമായ ജോലിയൊന്നുമില്ലാത്ത അവന്റെ കയ്യിൽ എങ്ങനെയാ ആവശ്യത്തിലധികം പണം വരിക? ഇപ്പൊ അവനെ തേടി വരുന്നവരൊക്കെ പുതിയ കൂട്ടുകാരും. എനിക്കെന്തോ. എടാ, നീ അവനോടൊന്ന് സംസാരിച്ചു നോക്ക്. എനിക്കുറപ്പാ അവൻ ശരിയാവും. കാരണം ഉസ്താദ് കാസിംബായുടെ മകന് ഒരു രക്തദാഹിയാവാനാവില്ല ഒരിക്കലും. വീട്ടുകാരൊക്കെ നിന്റെ ഉപ്പാനെ പാട്ടുപാടി നടന്നു വന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ അക്കാനെ പറ്റി അഭിമാനമായിരുന്നു എനിക്ക്. കാരണം എന്താണെന്നറിയോ? ഒന്നിനെയും ആരെയും വെറുക്കാൻ അറിയില്ലായിരുന്നു നിന്റെ ഉപ്പാക്ക്. ഇല്ല മോനെ, ഉസ്താദ് കാസിംബായിൻ്റെ മോന് നിന്റെ അനിയന് ഒരിക്കലും മോശം വഴിക്ക് പോകാനാവില്ല. അതെനിക്ക് കിട്ടേണ്ടിയിരുന്ന വിസ ഞാൻ അവന് ശരിയാക്കി കൊടുത്തത് എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയ. അല്ലാതെ പലരും പറയുന്നത് പോലെ കല്യാണ വീട്ടിലെ മൈലാഞ്ചിപ്പാട്ട് വിട്ടുപോകാനാകാഞ്ഞിട്ടല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഈ അമ്മായിക്കറിയാം എൻ്റെ കുട്ടിൻ്റെ കൽബ്.
എന്താ മോനെ എത്ര നേരം വൈകിയേ? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തിന്റെ മീറ്റിംഗ്? അത് പറഞ്ഞ ഇക്കാക്ക് മനസ്സിലാവില്ല. അതെന്താ അമീറെ എന്റെ കാക്കാക്ക് മനസ്സിലാകാത്തൊരു മീറ്റിംഗ്? ഇതെന്താ കോടതിയോ? മനുഷ്യൻ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ? അല്ല മോനെ, പറച്ചോന്റെ കോടതിയിൽ എന്റെ അനുജന് കുറ്റം വിധിക്കാതിരിക്കാൻ ഈ കോടതി. ഇതെന്താ ഈ പൊതിയില്? അതൊന്നും നോക്കട്ടെ. ധർമ്മയുദ്ധം. ഏത് നിഴലിനോടാ എന്റെ അനുജനും കൂട്ടർ യുദ്ധം പ്രഖ്യാപിച്ചത്? സ്ഫോടന പരമ്പരകളിൽ ചിതർത്തെറിച്ചു പോകുന്ന നിരപരാധികളോടോ, അതോ മക്കളെ നഷ്ടപ്പെട്ട ഉമ്മമാരുടെ കണ്ണീരിനോടോ? എന്തിനോടാ? കണ്ട കാഫറുകളുടെ കൂടെ നടന്ന് ഇക്കാന്റെ തലേന്റെ ആണിക്കൽ ഇളയിരിക്കുക. അതാ ഇങ്ങനെയൊക്കെ പറയുന്നേ. കാഫറല്ല, കാഫിർ. ആ വാക്കിന്റെ അർത്ഥം അറിയോ നിനക്ക്? കാഫിർ എന്ന ദൈവത്തെ നിഷേധിക്കുന്നവൻ. ഹരി അവന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, പിന്നെ അവൻ എങ്ങനെ കാഫിറാവും? ഒരു ഇസ്ലാമായ ഇക്കയ്ക്ക് നാണോ ഇല്ല ഇങ്ങനെ പറയാൻ? ഇസ്ലാം, ഇഷ, സുബഹ്, ലോഹർ, അസർ, മഗ്രിബ് എന്നീ നമസ്കാരങ്ങൾ അക്ഷരക്രമത്തിൽ എഴുതിയാൽ കൂട്ടി വായിക്കാവുന്ന കേവല നാമമല്ല കുട്ടി ഇസ്ലാം. സ്നേഹാർദ്രമായ ഒരു കടാക്ഷം കൊണ്ട് ഈ ലോകം മുഴുവൻ അനുയായി വൃന്ദമുണ്ടാക്കിയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഇസ്ലാം. ഒരു പൂച്ചക്കുഞ്ഞിനു നൊന്ത സ്വന്തം ഹൃദയം വേദനിച്ചിരുന്ന ഖലീഫ ഉമ്മറിന്റെ ഇസ്ലാം. കാശി വിശ്വനാഥന് കേൾക്കാൻ ഷെഹനായിൽ പ്രാർത്ഥന തീർത്തിരുന്ന ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ഇസ്ലാം. കരൾ നിറയെ പാട്ടും പഴകിയൊരു ഹാർമോണിയുമായി മറ്റുള്ളവരെ രസിപ്പിച്ച് കവറിലേക്ക് പോയ ഉസ്താദ് കാസിംബായി എന്ന നമ്മുടെ വാപ്പച്ചിയുടെ ഇസ്ലാം. വേണ്ട മോനെ, നമുക്ക് ആ വഴി വേണ്ട. എന്റെ വഴിക്ക് തടസ്സം നിൽക്കാൻ ശ്രമിക്കരുത്. വഴി മുടക്കുന്നവൻ ആരായാലും അറിയാലോ അമീറിനെ. എന്റെ കുട്ടീന്റെ കണ്ണ് നനഞ്ഞാൽ പടച്ചോന്റെ മനസ്സ് നോവും. അമീർ നേതാവ്, ആ പേര് അവനിടുമ്പോ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാ അമ്മായി അവൻ ചവിട്ടി മെതിച്ചു പോയത്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾ അമീറിനെ കാണാൻ വന്നതാ. എന്തിനാ നിങ്ങൾ അമീറിനെ കാണുന്നത്? ആദ്യം ഞങ്ങൾ അമീറിനോട് പറഞ്ഞോളാം. ദയവ് ചെയ്ത് നിങ്ങൾ പോ. അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഇനി അമീറിനെ തിരക്കി നിങ്ങളിവിടെ വരരുത്. അനുജ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരിക്കയുടെ അപേക്ഷയാണ്. എന്റെ കാര്യം ഓർത്ത് ആരും തലമുണ്ടാക്കണ്ട. അമീറെ മോനെ, പടച്ചോനോർത്ത് നീ പോകരുത്. പടച്ചവൻ പരമകാരുണികനായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ആ പേര് പറയാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. കാഫിറാ നിങ്ങൾ, കാഫിർ. ആയിക്കോട്ടെ, നീ പറയണതെന്തും ഞാൻ കേട്ടോളാം. പക്ഷേ ഞങ്ങൾക്ക് നിന്നെ വേണം. അതുകൊണ്ട് മോനെ വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി എന്റെ പുറകെ വരരുത്. നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാനും ഇങ്ങോട്ട് വരില്ല. ബൈ, ചൽ. എന്റെ അനുജനെ നീ കാത്തോളണേ. എന്നാലും അവൻ ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ കരുതിയില്ല. മനസ്സിൽ വല്ലാത്ത കുറ്റബോധം. എന്തിനാ കുറ്റബോധം? എന്തായാലും അമീർ നന്നാവാൻ വേണ്ടിട്ടല്ലേ നജീബക്ക് അങ്ങനെ പറഞ്ഞത്.
എന്ന് ഞാനും നീയും മാത്രം പറഞ്ഞതുകൊണ്ടായോ സുബൈദ? അതെന്റെ അനുജനും കൂടി മനസ്സിലാക്കണ്ടേ? ഈ ഇക്കാനെ മനസ്സിലാക്കാതിരിക്കാൻ പറ്റുമോ അവന്? അവൻ വരും, വന്ന് അവന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കും. എനിക്ക് ഉറപ്പാ. അവനോട് മാപ്പ് പറയുന്നു വേണ്ട. പക്ഷേ കാലമൊരിക്കലും മാപ്പ് കൊടുക്കാത്ത വലിയൊരു തെറ്റിലേക്കാ എൻ്റെ അനുജന്റെ യാത്ര. അവന്റെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കണേന്ന് പടച്ചോനോട് ദുവരക്കാനല്ലാതെ എനിക്കും എൻ്റെ അമ്മായിക്കും മറ്റെന്തിനാ കഴിയുക? നീ കുറെ നേരം വന്നിട്ട്? ആ, കുറച്ചു നേരമായി. ഞാനിപ്പോൾ ആകെ വായിക്കുന്നത് തൊഴിൽ വാർത്തയും പത്രത്തിൽ ആവശ്യമുണ്ടെന്നുള്ള കോളവും മാത്രം. എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാ ഹരി. എനിക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമാണ്. ആദ്യം ചെറുതെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം. എന്നിട്ട് അമ്മായിയോട് പറയണം അഹമ്മദാജിയോട് സുബൈദയെ ചോദിക്കാൻ. നാഴികൾക്ക് 40 വട്ടം തറവാടെത്തവും പൊങ്ങച്ചവും പറയുന്ന ആളാ അഹമ്മദാജി. അയാളുടെ സമ്മതത്തോടുകൂടി നിക്കാഹ്. അതത്ര എളുപ്പമല്ല മോനെ. എടാ, ഞാൻ സുബൈദാന്നൊന്ന് നീട്ടി വിളിച്ച പുത്തമ്പുര മാളികയുടെ പടികിടന്ന് അവൾ എൻ്റെ കൂടെ ഇറങ്ങി വരും. അതുറപ്പാ. എന്നിട്ട് ഒരു വിളിച്ചിറക്കലിലും ഇറങ്ങി വരലിലും തീരുന്നതല്ലല്ലോ ജീവിതം. അസ്സലാം വലൈക്കും. വലൈക്കും സലാം. മുസ്തഫ വന്നു പറഞ്ഞു. വന്നിട്ട് കുറച്ചു ദിവസമായി. കുറച്ച് സ്ഥലത്തൊക്കെ പോവാണ്ടേനി. ഹോ, എന്തൊരു ചൂട്! എങ്ങനെ സൈക്കിൾ ഇഷ്ടങ്ങൾ ഇവിടെ? നിനക്ക് സുഖം തന്നെയല്ലേ മുസ്തഫ? സുഖം തന്നെ. കുറച്ചു ദിവസം നാട്ടിൽ നിൽക്കാൻ ചാച്ചിട്ട് വന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പോ ഇത് എനിക്ക് ശരിയാവൂല. അതെന്തേ? ഗൾഫിൽ ജീവിച്ചാ പിന്നെ ഗൾഫേ നടക്കുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് പിടിക്കണില്ല. ദുബായിൽ ഷെയ്ക്കിനൊന്ന് വിളിക്കണമെങ്കിൽ ടൗണിൽ പോകണം. ഇങ്ങോട്ടൊരു ഫോൺ കിട്ടണമെങ്കിൽ വായനശാലയിൽ ബെഞ്ചിൽ വന്ന് കുത്തിരിക്കണം. അത് ശരിയാ. ഈ പരിസരത്ത് ഈ ഒരു ഫോൺ അല്ലാതെ വേറൊരു ആശ്രയമില്ല. അല്ലെങ്കിൽ നമ്മുടെ പഴയ ചങ്ങാതി മുസ്തഫ വായനശാലയുടെ പടി കയറില്ലായിരുന്നു. ക്യാമറ ഫോണാ. പക്ഷെ എന്ത് കാര്യം? ഈ നശിച്ച നാട്ടിൽ റേഞ്ച് വേണ്ടേ? ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ ഹരിയേട്ടാ, ഞങ്ങള് ലൈബ്രറി മടക്കി തരാൻ നീ തന്നേക്ക്. ബാലേട്ടൻ വന്നിട്ടില്ല. വേണ്ട പുസ്തകം ഞാൻ ഇവരെടുത്ത് കൊടുത്തു വിട്ടേക്കാം. എന്നാ ഞങ്ങള് പോട്ടെ. അല്ല, അതേതാ കുട്ടികള്? ഒന്ന് എന്റെ പെങ്ങൾ ഇന്ദു, മറ്റേത് പുത്തൻപുരയിലെ അഹമ്മദാജിയുടെ മോളും. ആചാര മോളോ? ഇവൻ നമ്മുടെ കൈക്ക് പണിയുണ്ടാക്കും. എന്താ പറഞ്ഞ നിങ്ങള്? അല്ല, നീ കുറച്ചുകൂടി സുന്ദരനായിട്ടുണ്ടെന്ന് പറഞ്ഞതാ. മഷ്കൂർ മഷ്കൂർ. ആ ഗൾഫുകാരൻ കൊരങ്ങന്റെ ഒരു നോട്ടം മനുഷ്യന്റെ തൊലി ഉരിഞ്ഞുപോയി. എന്റെ സുബൈദ അതങ്ങ് വിട്ടുകളാ. ഇങ്ങനെ കൊറേ ഉണ്ട് ഞരമ്പ് രോഗികള്. അതത്ര കാര്യാക്കണ്ട. ചെലപ്പോ പെണ്ണും ചോദിച്ച് വീട്ടിലേക്ക് വരുമെന്ന എന്റെ പേടി. പുതുപ്പണക്കാരനല്ലേ? നല്ല കാര്യായി. ഗൾഫിൽ പോയി 10 പുത്തനുണ്ടാക്കിന്ന് വെച്ച് പുത്തൻപുരയിൽ അഹമ്മദാജി നിന്നെ പിടിച്ചാ കൊരങ്ങനെ ഏൽപ്പിക്കൊന്നുമില്ല. സമാധാനായിരിക്കും. അല്ല, ഇതാര് സുബൈദയോ? എത്ര നാളായി കണ്ടിട്ട് മോളെ? സുഖാണോ അമ്മായി? സുഖായിരിക്കണം മോളെ. പിന്നെ എന്തൊക്കെയുണ്ട് ഇന്തുട്ടി? ഹരി വീട്ടിലുണ്ടോ? നജീബ്ക്കും ഹരിയേട്ടനും വായനശാലയിലുണ്ട്. ഏത് നേരം നോക്കിയാലും വായനശാലയും ഗസല് കച്ചേരി. ഓനൊന്ന് പിടിച്ച് കെട്ടിക്കണം മോളെ. എല്ലാം അറിയാം ഈ അമ്മായിക്ക്. എനിക്കിഷ്ട എന്റെ നജീബ് കണ്ടെത്തി ഈ ഊറിനെ. എന്നാ മക്കൾ ചെല്ലും. അപ്പൊ റൂട്ട് ക്ലിയർ ആയി. പോടുന്നു. ഉപ്പ, പോയിട്ട് വരാം. എന്തിനാ കുട്ടിയെ നടക്കണേ? കാറില്ലേ ഇവിടെ? ഇത്തിരി നടക്കണത് നല്ലതാ ഉപ്പ. അല്ലോ, നേരം പോയി. പോട്ടെ ഉപ്പ. സുബൈദ, സുബൈദൊക്കെ ഓർമ്മ ഉണ്ടെന്നെ? ഇല്ല. ഇന്ന് ഓർമ്മയില്ലാന്നോ? ഞാൻ മുസ്തഫയാ, അബ്ദുറഹ്മാന്റെ മോയി. എനിക്ക് ഓർമ്മയില്ല. ഞാൻ പോട്ടെ. നിക്കുന്നേ, ഒരു കാര്യം പറയാണ്ടെങ്കിൽ ഞാൻ സുബൈദാന്റെ വീട്ടിലേക്കൊന്ന് വന്നോട്ടെ, ഹാജിക്കായി കാണാൻ.
അതിനെന്തിനാ നിങ്ങൾ എന്റെ അനുവാദം ചോദിക്കണത്? എന്റെ അനുവാദം വാങ്ങിയാലേ ബാപ്പാനെ കാണാൻ പറ്റൂന്നൊന്നുമില്ലല്ലോ. പക്ഷെ ഇക്കാര്യത്തില് എനിക്ക് സുബൈദാന്റെ സമ്മത വേണ്ട. ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അതല്ലേ പ്രേമം. അല്ല, ഞാൻ വെറുതെ സുബൈദാനോട്. വേണ്ട, കഷ്ടപ്പെടണ്ട. അസുഖം മനസ്സിലായി. പക്ഷേ എന്റെ പൊന്നിക്ക, ആ പരിപ്പ് ഈ ചട്ടി വേവൂല. പിന്നെ ഞാൻ വരട്ടെ? വരട്ടേന്നല്ല, പോട്ടേന്ന് പറഞ്ഞാ മതി. ഞാൻ പോട്ടെ. ഭാഗ്യമായി നീ വന്നത്. ബോറ്. ആ നീ വാ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല മുസ്തഫ. അതെന്താ അത്ര എളുപ്പമല്ലാത്ത? ഈ കണ്ണാടിപ്പറമ്പിൽ മുസ്തഫാന്റെ അത്ര പത്രാസ് ആർക്കുള്ളത്? ഡാ നോക്ക്, അറബി ഷേക്ക് സ്വന്തം ഉപ്പാനെ പോലെയാ ഈ മുസ്തഫാക്ക്. അറബി ഷെയ്ഖാന്റെ ഉപ്പയാണെന്ന് അറിഞ്ഞാലൊന്നും പുത്തമ്പൊരയിൽ അഹമ്മദാജിന്റെ മനസ്സ് ഇളകൂല മോനെ. അയാൾ അജാതി സാധന. ഏത് ജാതി സാധനത്തിനെയും മെരുക്കാൻ പറ്റിയ നാവല്ലേ പടച്ചോൻ എനിക്ക് തന്നത്. കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ തന്നെ ആചാരെ പോയി കാണുന്നുണ്ട്. പിന്നെ നിക്കാഹ് നടക്കുമ്പോ ഈ ഗാന്ധി പോരട്ടെ മുസ്തഫ. ഇതൊക്കെ ശരിയാക്ക. ദുബായ് മുസ്തഫ പറയുന്നത്. എന്താണ് വാസന വാഹന്റെ. നമ്മളെ തൈക്കുണ്ടിന്റെ അത്ര ചെറിയൊരു കുഴി കഴിച്ചാൽ ഒപ്പം കിട്ടും. ഇജെന്ത് തലയും പാലില്ലാത്ത നൊസ്സാ മൊയ്തീനെ പറയണത്? എന്ത് കിട്ടുന്നു? അടിയ അല്ലാന്ന് പെട്രോള്. കിണറ്റിന്ന് തൊട്ടിയും കയറിട്ട് പെട്രോൾ കോരുന്ന നാടല്ല അത്. ഏത്? എന്റെ ബീഡർ നാട്ടിലെ കിണറ്റിന്ന് പെട്രോൾ അല്ലാന്ന് ദുബായ്. അതല്ലേ നാട്. അവിടെ തൊട്ടാനും പിടിച്ചാനൊക്കെ പണല്ലേ, പണം. അതും ദീർഘം ദീർഘം. പാട്ടച്ച തമ്പുരാന്റെ ഓരോ കുതിരത്തെ. ഹോ, നിങ്ങളെന്താണ് ആജിക്കാൻ നല്ലപ്പം കാണും പോലെ നോക്കണേ? എന്റെ കാലമല്ലേ പൊട്ടി ചങ്ങലേന്റെ ബാക്കിയുണ്ടോന്ന് നോക്കിയതാ. കണ്ണാടിപ്പറമ്പിനപ്പുറം തലശ്ശേരി പോലും കാണാത്തവനാ ദുബായ് കഥ പറയുന്നത്. ചായ നല്ല അസല് മധുരം. ഒരു നല്ല കാര്യം പറയണതിന്റെ മുമ്പേ മധുരം നല്ലതാ. നല്ല കാര്യമാണോ ബെടക്ക് കാര്യമാണോ എന്നൊക്കെ ഇജ്ജ് പറഞ്ഞു കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഏതായാലും ഇജ്ജ് പറ. നല്ല ദീനിയായിട്ടുള്ള ഒരു ദുബായ്ക്കാരൻ ചെക്കന് നമ്മളെ കുട്ടിക്ക് പുയ്യാപ്പിളയായിട്ട് കിട്ടണത് നല്ലതോ ബെടക്കോ? നിങ്ങൾ പറയും. അല്ലല്ലല്ല, നിങ്ങൾ പറയും. എവിടുന്ന ചക്കേ? അങ്ങനെ ചോദിക്കുന്നത് നമ്മളെ സുബൈദാന ഏടുന്നെല്ലാം പെണ്ണ് കാണാൻ വരും അറിഞ്ഞിക്കണ്. കുണ്ടോട്ടി, കോയമ്പത്തൂര്, കൊയിലാണ്ടി. എന്നിട്ട് വന്നാ ഇല്ല. എന്താ കാര്യം? എന്താ കാര്യം? ഏതോ ഒരു ഹിമാറ് മുടക്കിയിട്ടുണ്ടാവും, അല്ലാണ്ടെന്താ? ഓ, നോട്ടും വരുമ്പോൾ ഗാന്ധിപ്പുര ചിരിയണ്ട ആരായാലും മുടക്കി പോയി. അയ്യോ, നിങ്ങൾ അത് പോട്ടെ, നിങ്ങൾ ഇത് നല്ല ചെക്കനാ? നല്ല ചെക്കനാണോന്നോ? നല്ല ഫസ്റ്റ് ചെക്കൻ ദീനി. കഴിഞ്ഞ ദിവസം ചെക്കൻ എന്താന്ന് പറഞ്ഞത്? മൊയ്തീൻക നിസ്കാരം 10 നേരം ആക്കിക്കൂടെ? എന്നാ അത്രയും നേരം നിസ്കരിക്കാലോന്ന്. അതാണ് ദീനിബോധം. എന്നാലേ അടുത്ത മഹല്ല് കമ്മിറ്റി കൂടുമ്പോ ഓനെ മുക്രിയാക്കാം, അതാ നല്ലത്. ഈ ദുബായ് ഷെയ്ഖ് ആരാ? ഓന്റെ വാപ്പിയല്ലേ? ദുബായ് ഷെയ്ഖ് എന്നോട് പറഞ്ഞു അയാളെ മോനെ കണ്ണാടിപ്പറമ്പെന്നൊരു പെണ്ണാണേ. ഉപ്പാന്ന് പറഞ്ഞാല് അറബി ഷെയ്ഖിന് സ്വന്തം മോനെ പോലെ ചെക്കൻ. അങ്ങനത്തെ ഒരു ചെക്കൻ ഈ വീട്ടിലെ മരുമോനാകുമ്പോ കൂടിയില്ലേ? ആജിക്കന്റെ നിലയും വലി 5 കിലോ കൂടിയില്ലേ? പിന്നെ എന്താ നിങ്ങളെ കിഫർ പറഞ്ഞു കൊടുക്കിത്താത്ത? എവിടെയാ ചെക്കൻ? അതല്ല അതിന്റെ ഒരു ഇത്. ചെക്കനെ തപ്പി ദൂരൊന്നും പോണ്ട, അടുത്തുണ്ട്. ഇയൊന്ന് തെളിച്ച് പറ മൊയ്തീനെ, ഇജാരെ ഉദ്ദേശിക്കുന്നത്? ചെക്കുമ്പോൾ മുസ്തഫ വാഴപ്പില്ലേ? എന്തേ സോറാബേ, യൗത്തേക്ക് ചെല്ല്. അനക്ക് അടുക്കളയില് പണിയില്ലേ? ചെല്ല്. അറബീന്റെ കക്കൂസ് കഴുകി 10 റിയാൽ ഉണ്ടാക്കിയ പുത്തമ്പുരയിലെ സംബന്ധക്കാരനാകാൻ യോഗ്യതയാവോ നമുക്ക് പ്രസാദ് മൊയ്തീനെ? അല്ല, എന്നാലും രാജിക്ക അനക്കറിയോ, മരിക്കും വരെ ഓന്റെ ഉപ്പ മീൻകാരൻ അന്ത്രു ഈ തറവാടിന്റെ പടി ചവിട്ടിയിട്ടില്ല. പുത്തൻപുരക്കൽ അഹമ്മദാജീന്റെ മരുമോനാവാനേ തറവാടിത്തം വേണം, മനസ്സിലായ എനക്ക്? അതൊക്കെ ഇപ്പൊ നോക്കിയാല് 10 ഗാന്ധി തല കൊടുത്താലൊന്നും തറവാടിത്തം വാങ്ങാൻ കിട്ടൂല.
തേങ്ങ കെട്ടേന് ഞമ്മളെ കയ്യിൽ നിന്ന് പെരുത്തടി വാങ്ങിയിട്ടുണ്ട് ഈ മീൻകാരൻ അന്ത്രു. അതായത് ഇജ്ജ് ഇപ്പൊ പറഞ്ഞ ദുബായിക്കാരന്റെ ബാപ്പ. അറിയോ എനക്ക് ഹിമാറെ? ഞാൻ വെറുതെ പറഞ്ഞാന്ന് വിട്ടാളി കുടുങ്ങിപ്പോയി. ദുബായിക്കാരൻ. നജീബ്, നജീബ്. അല്ല, ആരിത്? ഹരിമോനോ? പാവം, ഈ അമ്മായിയുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ഇജ്ജ് മറന്നു വിചാരിച്ചു. ബാ കേറിയിരിക്ക്. നല്ല കാര്യായി. ഈ വഴി മറക്കാനോ? എത്ര പത്രിയും കറിയും വാങ്ങി കഴിച്ചിട്ടുണ്ട് ഞാൻ ഈ കൈ. നജീബ് കുളിക്ക, മോൻ വന്നിരിക്ക്. വാ. ഹരി, എന്താടാ ഒരു പതിവില്ലാത്തൊരു വരവ്? മക്കള് സംസാരിച്ചിരിക്കെ, അമ്മായി ചായ എടുക്കാം. എന്താടാ പ്രശ്നം? ഞാൻ പറയാറില്ലേ ഒരു ശേഖരമാമയെ കുറിച്ച്? ആ, ഗൾഫിലുള്ള ആ ശേഖരമാവ തന്നെ. പുള്ളി ഒരു വിസ ശരിയാക്കിയിട്ടുണ്ട്. വലിയ ജോലിയൊന്നുമല്ല, എന്നാലും പോയാലോ ആലോചിക്കാൻ. ഒന്നാലോചിച്ച നിന്റെ തീരുമാനം ശരി. ഒരു കാര്യമില്ല ഇവിടെ നിന്നിട്ട്. പോയി രക്ഷപ്പെടടാ. ഇവിടം വിട്ടുപോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല. ഇന്ദുവിന് കല്യാണപ്രായം കഴിഞ്ഞു. കൊച്ചു പെങ്ങളെ കെട്ടിച്ചയക്കുവാൻ ജീവന്റെ ഉപ്പ് പോലും വാറ്റി വിൽക്കുവാനാവാത്ത ശബ്ദനാമേട്ടൻ്റെ ദുഃഖമോ ശാശ്വതം. ഓർമ്മയുണ്ടോ പഴയ കോളേജ് മാഗസിനിൽ എൻ്റെ ഈ കവിത? പോകാനുള്ള കാശൊക്കെ ശരിയായോ? വഴിച്ചെലവൊന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിന്റെ കൈ വെച്ച് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഹേയ്, വിസയ്ക്ക് കാര്യമായി ഒന്നും കൊടുക്കണ്ട. പിന്നെ ടിക്കറ്റ് കുറച്ചൊക്കെ തട്ടിമുട്ടി ഒപ്പിച്ചിട്ടുണ്ട്. ഇനിയും വേണം. അവസാനം നമ്മുടെ ബ്ലേഡ് പാപ്പച്ചൻ തന്നെ ശരണം. ചായ കുടിക്കും മക്കളെ. അല്ല, ഇജെന്താ ഹരി ബ്ലേഡ് പാപ്പച്ചന്റെ കാര്യം പറഞ്ഞത്? ഹരിക്ക് വിസ ശരിയായി. അത് പറയായിരുന്നു. പെട്ടെന്ന് പോണവന്. നന്നായി മോനെ. അതിനെന്തിനാ ബ്ലേഡ് പാപ്പച്ചൻ? ഒന്നുമില്ല അമ്മായി, പെട്ടെന്ന് പോണെന്ന് വെച്ചാ കാശിന് പിന്നെ എന്താ വഴി? പഴയൊരു കഥകളിക്കാരൻ്റെ മോന് നീക്കിയിരിപ്പൊന്നുമില്ലല്ലോ കയ്യില്. ഹരി, ബ്ലേഡ് വേണമെന്ന് പറഞ്ഞാല് വണ്ണാമ്പല പോലെ ചിറക് കുടുങ്ങിപ്പോയാ പെട്ടതാ, പിന്നെ രക്ഷപ്പെടാൻ കഴിയൂല. ഓം പലിശയും പലിശേന്റെ പലിശയും എഴുതി കൂട്ടുമ്പോ പടച്ചോൻ ഓന്റെ കിതാബിലും എഴുതുന്നുണ്ട്, പരലോകത്ത് ഓനെ കാത്തിരിക്കണ ശിക്ഷേന്റെ പലിശയും പലിശേന്റെ പലിശയും. കുറച്ച് കാശൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പലിശ കൊടുത്താലും അടച്ചു തീർക്കാലോ. തൽക്കാലത് വിൽക്കേ പണയം വെക്കേ എന്താച്ചാ ചെയ്യ്, കാര്യം നടക്കട്ടെ. വേണ്ട വേണ്ട അമ്മായി. മോൻത് വെച്ചോ, സ്വന്തം അമ്മ സന്തോഷത്തോടെ തരുകയാണെന്ന് വിചാരിച്ചാ മതി. ഈ സ്നേഹത്തിന്റെ കടം ഞാൻ എങ്ങനെ വീട്ട? എന്റെ മോൻ എനിക്ക് തന്ന ചോരന്റെ കടം ഈ അമ്മായിക്കും വീട്ടാനായിട്ടില്ലല്ലോ. എന്തേ വല്ലാണ്ടിരിക്കണേ? എന്തോ പെട്ടെന്ന് തനിച്ചായതുപോലെ. നജീബ് ഖാനെയും ഹരിയേട്ടനെയും ഒന്നിച്ചല്ലാതെ കണ്ടിട്ടില്ല. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ. സുബൈദ, നാളെ കാണാം. എന്താ തനിച്ചായി പോയിന്ന് തോന്നിയോ? ഞാനില്ലേ കൂടെ? നീയേ ഉള്ളൂ, നീ മാത്രം. ആറാൻ പറഞ്ഞോളെ,
കൊന്ന് കുഴിച്ചിട്ടാണ് ഞാൻ. ഹ, ഉപ്പാന്നോ? എന്റെ നാവുമെന്നാ പിടി കേക്കരുത്. എന്താ ഞമ്മള് വേണ്ട. എന്തിനാ അവളെ ഇങ്ങനെ തല്ലി ചതക്കുന്നേ? അല്ലല്ല, കൊന്നു കളയാൻ വേണ്ടത് വരുമ്പോട്ടോളെ. മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടി ആക്കിയിട്ട് നിന്ന് മോങ്ങ തോറ്റ ചവിട്ടിന് ഞാൻ. വേണ്ട. എന്താ മോളെ ഉണ്ടായിനെ? അറിയില്ലേ? ഒന്നും അറിയാണ്ടാണോടി ആ പൊട്ട ഹാർമോണിയം തൂക്കി നടക്കുന്നവന്റെ ഒപ്പം ചുറ്റിക്കറങ്ങണത്? അവസാനം ഓന്റെ കൂടെ. വേണ്ട, ജിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു പഴയ കൂട്ടുകാരല്ലെന്ന് ഒന്ന് കണ്ടപ്പോ മുണ്ടിയും പറഞ്ഞിട്ടുണ്ടാവും. അതിന് ഈ വീടെടുത്ത് തലയും കുത്തി വെക്കണ? വീട് തലകുത്തി വെക്കല്ല, ഈ ഹറാംപുറപ്പിന് ഇതിനകത്തിട്ട് പൂട്ടിയിട്ട് പച്ചക്ക് കത്തിച്ചെളിയാ വേണ്ട. ഉമ്മക്കറിയില്ലേ നമ്മളെ സുബൈദാനെ? ഓളൊന്നും മുണ്ടിയിട്ടുണ്ടാവും. അതിനിങ്ങനെ ചെയ്യണ എന്റെ കുട്ടീനെ? കൂടെ പഠിച്ചൊരു കെട്ടിപ്പിടിച്ചിട്ടാണോടി വർത്താനം പറയാ? മാനം കെട്ടോള്, നീ നാളെ മുതൽ എവിടെയും പോണ്ട. മതി അന്റെ പഠിപ്പും പത്രാസും ഒക്കെ. പൊത്തമ്പുരന്റെ പടി കിടക്കരുത് നാളെ മുതൽ നീ. എന്തൊരു കിടപ്പായത്. വാ, വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കേ. എനിക്ക് വേണ്ട, എനിക്ക് ചോറ് ഇറങ്ങൂല സുഹറാബി. ഓളം മനസ്സിൽ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അത് ഞാൻ മാറ്റിയെടുക്കാം. ഇങ്ങള് വിഷമിക്കാണ്ടിരി. ഈ കാണുന്നെല്ലാം അമ്മദാജി ഉണ്ടാക്കിയത് ഓളൊറ്റൊരുത്തേക്ക് വേണ്ടിയാ. എന്തിനാ ഞാനൊരു കുറവ് വരുത്തിയിട്ടുള്ളത്? എന്നിട്ടും ബാപ്പാനെ സ്നേഹിച്ചില്ലല്ലോ എന്റെ കുട്ടി. വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. കല്യാണ വീട്ടിൽ പാട്ട് പാടാൻ പോണോന്റെ കൂടെ ഹാർമോണിയപ്പെട്ടിയും തോളിലിട്ട് എന്റെ മോള് പോണത് കാണാനുള്ള മനക്കെട്ടി എനിക്കില്ല സുഹറാബി. അതിനല്ല ഞാൻ അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റിയത്. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഓനില്ലേ ഇവിടെ? ഇല്ല. എന്തേ? വേണ്ടാത്തതിന് മനസ്സ് കൊടുക്കണ്ടാന്ന് പറഞ്ഞേക്കോനോട്. ആജേര് അപ്പറഞ്ഞിന്റെ പൊരുള് നമുക്ക് മനസ്സിലായില്ല. പൂവങ്കോയിനെ പോലെ ഇന്റെ മോള് സുബൈദാന്റെ പിറകെ ചുറ്റിത്തിരിയണ്ടാന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആ ബലാലിനെ. ഇന്റെ കുട്ടി പൂവങ്കോയിനെ പോലെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിലേ ഇങ്ങളെ മോള് പെടക്കോയിനെ പോലെ കൊക്കിയിട്ടുണ്ടാവും. പെട കൊക്കിയാ പുകൻ ചെല്ലും. അതങ്ങനെയാ. ഈ നാക്കോണ്ട് തന്നെയാ ഇന്നൊക്കൊരു മാപ്പിള വാഴാണ്ടി പോയതും. ഇങ്ങക്ക് തെറ്റിപ്പോയി അജയരെ. പണ്ട് പുത്തമ്പരേന്നും വന്നിട്ടുണ്ട് ഈ ഖദീജാക്കൊരാലോചന. അതിന്റെ ആങ്ങളെ പാട്ടുകാരനായിപ്പോയതാണ് ഇങ്ങൾ ഞമ്മളിൽ കണ്ട കുറവ്. ആണിന്റെ ചൂടിനേക്കാൾ എന്റെ ആങ്ങളയുടെ പാട്ടായിരുന്നു എനിക്കിഷ്ടം. അതുകൊണ്ട് അധികം അങ്ങോട്ട് കേക്കോട്ട് പോണ്ട. ആങ്ങളെ 30 ലക്ഷം ഉറുപ്പ്യന്റെ മുതലെ നശിപ്പിക്കാൻ 350 ഉറുപ്പ്യന്റെ പാട്ട ഹാർമോണിപ്പെട്ടി മതിയായിരുന്നു എന്റെ ആങ്ങളെ ഉസ്താദ് കാസിം ബായിക്ക്. അങ്ങനത്തെ ഒരുത്തന്റെ മോന്റെ ഒപ്പം മൈലാഞ്ചി പാട്ട് പാടി പിഴയ്ക്കാനല്ല ഞാൻ എന്റെ മോളെ പഠിപ്പിച്ചു വളർത്തിയത്. കദീസു, അതുകൊണ്ട് പുത്തൻപുരയ്ക്കൽ അഹമ്മദാജി നല്ല നിലയ്ക്ക് പറയാ. വേണ്ടാന്ന് പറഞ്ഞേക്കോനോട്. ഇങ്ങളെ മോള് സുബൈദാക്ക് നമ്മൾ ഒരു കുറവേ കാണുന്നുള്ളൂ. അതോള് ഇങ്ങളെ മോളായിപ്പോയി എന്നുള്ളത് മാത്രം. ഉസ്താദ് കാസിംബായിന്റെ മോന്റെ വീടരാകാനുള്ള പുണ്യം ഇങ്ങളെ മോള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ ഈ വീട്ടിലുണ്ടാവും. ഈ ഖദീജ നോക്കും എന്റെ നജീബിന്റെ പെണ്ണിനെ. ആജിയർ ചെല്ല്. മൊയ്തീനെ, സുബൈദക്കൊരു ചെക്കനെ വേണം. ഇനി വെച്ച് കളിക്കാൻ പറ്റൂല. ഹാജിക്ക, നിങ്ങൾ വിചാരിച്ച മാതിരി തറവാട്ടുകാരെ കിട്ടാനേ ലേശം സൂയിപ്പാ. കുറച്ച് കാത്തിക്ക, നല്ല വീട്ടിൽ വരട്ടെ. എന്തേ മൊയ്തീനെ, തറവാടത്തൊന്നും നോക്കിയിട്ട് കാലത്ത് കാര്യമില്ല. ഓളെ പോറ്റാൻ പറ്റിയ നല്ലൊരു തനാവണം. അത്രയുള്ളൂ.
നിങ്ങൾക്ക് ദേഷ്യം പിടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. പറയ്. നമുക്ക് ആ മുസ്തഫന്റെ കാര്യം ആലോചിച്ചാലോ? വലിയ മോശം വരില്ല. എനിക്കൊന്നും അറിയില്ല മൊയ്തീനെ. എല്ലാം ഓന്റെ നിശ്ചയം പോലെ ആവട്ടെ. അജരെ, അജരെ, അല്ല, ആരത്? നമ്മുടെ കല്യാണപ്പാട്ടുകാരൻ നജീബോ? അന്ന നമ്മള് കാണാനിരിക്കായിരുന്നു. അതുകൊണ്ടാ നജീബ് ഇങ്ങോട്ട് വന്നത്. നീ എന്താ കരുതി? ഒരു മംഗലപ്പാട്ടുകാരന്റെ മോൻ വിചാരിച്ച തോൽപ്പിക്കാൻ കഴിയും പുത്തൻപുരക്കൽ അഹമ്മദാജീനെന്നോ? തെറ്റി മോനെ. എത്ര പുട്ടും പുട്ടിന്റെ പൊടിയും തിന്നതാ ഈ ഞമ്മള്. നിങ്ങള് സുബൈദയുടെ നിക്കാഹ് ഉറപ്പിച്ചോ? എന്തേ ഇന്റെ മോളെ നിക്കാഹ് ഉറപ്പിക്കാൻ അന്റെ സീറ്റ് വേണ? നിക്കാഹിന് വരണം. എന്നിട്ട് ഇന്റെ കുട്ടീന്റെ മൈലാഞ്ചിക്ക് അസലായിട്ട് ഒരു ഖവാലി പാടണം. എല്ലാ പോരേന്നും കിട്ടുന്നതിനേക്കാൾ 100 ഉറുപ്പ്യ അധികം തരും അഹമ്മദാജി. അത്ര മതിയുടെ ഒരു മംഗലപ്പാട്ടുകാരന്. അത് തന്നെ ധാരാളം. ഉസ്താദ് നജീബ് ഭായ്. പരമകാരുണ്യവാനായ പടച്ചവൻ അവരുടെ പ്രിയപ്പെട്ടവരുടെ തൊണ്ടയിലെ പാട്ടിട്ടിച്ചു കൊടുക്കൂ. അവന് പ്രിയപ്പെട്ടവർക്ക് അത് ആസ്വദിക്കാനും പറ്റൂ. അതുകൊണ്ട് ആ വിഷയം പറയണ്ട. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. എന്തേ കല്യാണപ്പാട്ടിന് അഡ്വാൻസ് വേണക്ക് ചോദിച്ചോ? എന്റെ ആരംഭം മോളെ നിക്കാഹല്ലേ, എന്തും തരും ഈ അഹമ്മദാജി. എനിക്ക് വേണ്ടത് അഡ്വാൻസ് അല്ല, സുബൈദേനെയാ. എന്റെ പെണ്ണായി എന്റെ പുരയിൽ ജീവിക്കേണ്ടവളാണോ? ഓളെ എനിക്ക് തന്നൂടാ ആചാരെ. ഇന്റെ മോളെ ചോദിക്കേ എന്താ എന്റെ യോഗ്യത? പൊയ്ക്കോണം കൺവട്ടത്തുനിന്ന്. ഞാൻ വിളിച്ചാ ഓൾ ഇറങ്ങി വരുമെങ്കിൽ എങ്കിൽ ആചാരെ ഈ കല്യാണപ്പാട്ടുകാരൻ നജീബിന്റെ പുരയില് ഓൾ ഉണ്ടാവും, എന്റെ ബീവിയായിട്ട്. എന്താ സംശയമുണ്ടോ നിങ്ങക്ക്? വിളിച്ച് നോക്കടാ. ഈ ഓൾ ഇഞ്ച മോളാ. ഞാൻ ആരംഭത്തിൽ പോറ്റിയ മോള്. വിളിക്കടാ, വിളിക്കാൻ. സുബൈദ, 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 നിന്റെ നജീബ്ക്കാ വിളിക്കണത്. വാ, ആരും നിന്നൊരു ചുക്കും ചെയ്യില്ല. ഇറങ്ങി വാ. മോളെ, ഉമ്മ എനിക്ക് പോണം. എന്നോട് പൊറുക്കണം. മോളെ പോവാണ്ട് കഴിയൂല. പോലെ മോളെ. മോളെ ഇല്ല, ഓള് വരൂല. ജി പോന ജീവേ. നജീബിക്ക, വേണ്ട. ഈ തറവാട്ടുന്നൊരു പെണ്ണും ഒളിച്ചോടി പോണ്ട. നിങ്ങളുടെ നിക്കാഹിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വെറും 5 പവനും 5000 ഉറുപ്പ്യ മെഹറായി തന്ന് നീ ഇവളെ എടുത്തോ. പോറ്റി വളർത്തിയ ഉപ്പാന്റെയും പെറ്റ ഉമ്മാന്റെയും കൽബ് കാണാത്ത ഇവളെ ആര് മയ്യത്തായി നിറഞ്ഞിട്ട് എജ്ജ് കിടന്ന് മോങ്ങണത്? എന്നാലും സുബൈദനോട് നമ്മുടെ മോളിലോള് എന്തേ ഓളുടെ ഇഷ്ടത്തിന് വെച്ച് നിക്കാഹ് നമ്മൾ സമ്മതിച്ചു കൊടുത്തില്ലേ?
സന്തോഷായിട്ടുണ്ടാവില്ലേ നമ്മുടെ പുന്നാര മോക്ക്? 5 പവനും 5000 ഉറുപ്പിയും വിലയിട്ട് കളയണ്ടായിരുന്നു. എന്റെ കുട്ടിയുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. സുഹറ, 19 കൊല്ലായി കാണുന്ന സുബൈദാന്റെ മനസ്സ് നീ അറിഞ്ഞു. 26 കൊല്ലായി കാണുന്ന എന്റെ മനസ്സ് അത് നരകത്തിലെ തീ പോലെ എരിയുന്നത് നീ കണ്ടില്ലല്ലോ സുഹറാബി. എന്നാലും പറമ്പില് പുറംപണിക്ക് നിൽക്കുന്ന കുഞ്ഞിരാമന്റെ മോളുടെ കല്യാണത്തിന് 25,000 ഉറുപ്പിക കൊടുത്ത ആളല്ലേ ഇങ്ങള്? എന്നിട്ട് സ്വന്തം മോക്ക് ഞാൻ നമ്മുടെ കുട്ടിക്ക് 5,000 ഉറുപ്പിക മെഹറായി കണ്ടത് വലിയ കുറ്റായി പോയില്ലേ സുഹറാബി? പക്ഷേ ഓളെ പെറ്റി വളർത്തിയ നിനക്ക് ഓൾ എത്ര വില കണ്ട്? ഓൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഓളുടെ ഉപ്പയായ എനിക്ക് ഓൾ എത്ര വില കണ്ട്? എനിക്കൊന്നും അറിയില്ല. മയ്യത്തായി പോയാലും സങ്കടില്ല എനിക്ക്. മയ്യത്തായ ആയിന്നേ ഉള്ളൂ. ദുനിയാവിലെ മയ്യത്തായ മനസ്സുമായി ജീവിക്കണത് വലിയ കഷ്ട. അനക്കത് മനസ്സിലാവൂല സുഹറാബി. എന്നാലും മാറ്റിക്കൂടെ തീരുമാനം? പറ്റൂല. വാക്കും തീരുമാനവും പുത്തൻപുരയിൽ ആരും ഇന്നോളം മാറ്റിയിട്ടില്ല. ശവ്വാൽ 17 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ഇന്റെ മോള് സുബൈദയുടെ നിക്കാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽ-ഫാത്തിഹ. പോയിട്ട് വരട്ടെ ഉപ്പാന്ന് ചോദിക്കാനാണെങ്കിൽ വേണ്ട. അതല്ല മാപ്പ് ചോദിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തീരെ വേണ്ട. ഇന്ന് അങ്ങനെ വിളിച്ചിരുന്നൊരു മോൾ എനിക്കുണ്ടായിരുന്നു. ഇന്ന് മനസ്സുകൊണ്ടോളെ കബറിൽ 3 പിടി മണ്ണ് വാരിയിട്ടു. അഹമ്മദാജി, നീ കാറ് കയറി പാട്ടുകാരന്റെ കുടിയിലേക്ക് പോകുമ്പം മയ്യത്ത് കട്ടിൽ കബറിസ്ഥാനിലേക്ക് പോയെന്ന് കരുതി സമാധാനിക്കും ഞാൻ. ഇറങ്ങിക്കോ. പുത്തൻപുര മാളികയുടെ മുറ്റത്തുനിന്നും വേഗം ഇറങ്ങിക്കോ. നേരം കളയണ്ട. സുബൈദ, വാ. സുബൈദ, എന്തേ വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ ഇപ്പൊ? പുത്തമ്പുര മാളികയിലെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ. ഇത് കല്യാണ പാട്ടുകാരൻ നജീബിന്റെ വീടാ. ഈ മൈലാഞ്ചി പാട്ടുകാരന്റെ പുരയിലേക്ക് നമ്മൾ ഇറങ്ങി വന്നത് നിറഞ്ഞ മനസ്സോടെയാ. ആരെയും വിഷമിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. നിന്നെ
എന്നെ സ്വന്താക്കണമെന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു മനസ്സിൽ. അതിനപ്പുറം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ഇങ്ങനെ പുത്തമ്പുര മാളികയെന്ന് എന്നെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന നജീബ് എന്ന ആൺകുട്ടീനെ എനിക്കിഷ്ടം, അല്ലാണ്ട് ഈ സങ്കടക്കുട്ടീനെ അല്ല. ഒരിക്കൽ എന്നോട് പറഞ്ഞില്ലേ, കരള് നോവുമ്പോ പാടണ പാട്ടിന് മധുരം കൂടുന്നു, പാടിത്തീരുമ്പോ നീറ്റല് മാറി കൽബ് റംസാൻ പിറ പോലെ തെളിയുന്നു. ഒന്ന് പാടിക്കൂടെ നജീബിക്ക? ഈ ഹാർമോണിയത്തിന്റെ തേഞ്ഞ കട്ടകളിൽ ഒരിക്കൽ എന്റെ ബാപ്പച്ചിയുടെ വിരലുകൾ ഓടി നടന്നിരുന്നു. ഉമ്മയുടെ ചേതനറ്റ ദേഹം പള്ളിക്കാട്ടിലേക്ക് എടുക്കുമ്പോ ബാപ്പച്ചി പാടിയിരുന്നത്രേ, നോവുന്ന കരളിന്റെ പാട്ട്. പക്ഷെ പാട്ടിനൊടുക്കം ബാപ്പച്ചിയുടെ മനസ്സിൽ റംസാൻ പിറ തെളിഞ്ഞില്ല. പകരം ബാപ്പച്ചി തെളിഞ്ഞു. ആകാശത്ത് ഒരു നക്ഷത്രമായി. ആരോരുമില്ലാത്തൊരീ സദനത്തിൽ ആരു കൊളുത്തി ശരറാന്തൻ. ആരോരുമില്ലാത്തൊരീ സദനത്തിൽ ആരു കൊളുത്തി ശരറാന്തൻ. മൂകത മൂടിയോരിടനാഴികളിൽ മൂകത മൂടിയോരിടനാഴികളിൽ ആരുടെ നൂപുര മണിനാദം. ആരോരുമില്ലാത്തൊരീ സദനത്തിൽ ആരു കൊളുത്തി ശരറാന്തം. മഞ്ഞുതിരും താഴ്വാരങ്ങൾ തിരിവെച്ചകലേ താരാപഥവും. തൂമഞ്ഞുതിരും താഴ്വാരങ്ങൾ തിരിവെച്ചകലേ താരാപഥവും. ആരാ നാരാ നീ ചൈത്രരാവിൽ ആരാ ആരാ നീ ചൈത്രരാവിൽ പ്രേമസുരഭിയ പൂങ്കുടിലിൽ. ആരോരുമില്ലാത്തൊരീ സദനത്തിൽ ആരു കൊളുത്തി ശരറാന്തൽ. താനേയുതിരും നാദശതങ്ങൾ ഓർമ്മകൾ പെയ്യും രാഗാലാപം. താനേയുതിരും നാദശതങ്ങൾ ഓർമ്മകൾ പെയ്യും രാഗാലാപം. ആരാ ആരോ വരുമെന്നോർത്തി ആരോ വരുമെന്നോർത്തി
വാതിൽ തുറന്നീ ആതിരാവിൽ ആരോരുമില്ലാത്തൊരേ സദനത്തിൽ ആരു കൊളുത്തി ശരറാന്തൽ ആരോരുമില്ലാത്തൊരേ സദനത്തിൽ ആരു കൊളുത്തി ശരറാന്തൽ മൂകത മൂടിയോരിടനാഴികളിൽ മൂകത മൂടിയോരിടനാഴികളിൽ ആരുടെ നൂപുര മണിനാദം ആരോരുമില്ലാത്തൊരേ സദനത്തിൽ ആരു കൊളുത്തി ശരറാന്തൽ. എന്തൊരു നടപ്പായത്. പിന്നെ ഞാനെന്താ ഇവിടെ കുത്രാത്തീപ് നടത്തണോ? എനിക്കറിയാം മനസ്സ്. മോളെ കാണണം തോന്നുന്നുണ്ടല്ലേ? ആർക്ക് കാണണോളെ? എന്റെ മുഖത്ത് കരിവാരി തേച്ച് ഇറങ്ങിപ്പോയതല്ലോള്. വേണ്ട, എനിക്ക് കാണണ്ട സൈത്താനെ. ഈ അവസ്ഥയില് ഓക്കും കാണൂലേ നമ്മളെ ഒന്ന് കാണണമെന്ന്? പെറ്റ ഉമ്മാനും ഉപ്പാനും തിരിഞ്ഞു നോക്കാണ്ട് ഇറങ്ങിപ്പോയപ്പം ഓക്കറിയില്ലായിരുന്നു ഈ അവസ്ഥയിലാവുന്നു. നിങ്ങളെ മനസ്സ് കല്ലായി പോയാ? അതെ സൂറാബി, ഇപ്പൊ ഞമ്മളെ കൽബ് കല്ല. കാരണം കൽബിൽ ഒഴുകിയിരുന്നൊരു പുഴ വറ്റിപ്പോയി. സബൂറാക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ദുനിയാവില്? അനക്കറിയില്ല. ഈ വീട്ടിൽ നല്ല എന്റെ മോൾ ഇറങ്ങിപ്പോയത് ഈ നെഞ്ചീന്ന. കാരണം ഈ വീട്ടിലല്ല ഓൾ വളർന്നത്, എന്റെ ഈ നെഞ്ചില്. റബ്ബില്ലാലമീനായ തമ്പുരാനെ കാത്തോളനെ. പശുവും ചത്തു മോരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ ശരിക്കയക്കണ കാര്യങ്ങളൊക്കെ എന്നിട്ടും ഇപ്പോഴും ദിക്കറ ചൊല്ലണമാരി സുബൈദാ സുബൈദാറിനെ അടുക്ക് വേറെ പടിയൊന്നുമില്ലടോ. അതൊരു പൂതിയാണ് മൊയ്തീൻക. വെറുതെ ഓരോ പൂതി പറഞ്ഞാലേ തടി കഴായി പോട്ടെ മോനെ. ഓനീ കണ്ടിണ്ടല്ലോ ചെള്ള കാഞ്ഞ വിട്ടാ. നിങ്ങൾ ഓളോട് ഒന്നും കൂടി പറഞ്ഞു നോക്കി. ആ ചാപ്പയിലെ പൊറുതി മതിയായിട്ടുണ്ടാവും മാളികയിലെ പെണ്ണിന്. മൊയ്തീൻ പസാദ് പറയുന്നോനാ. പക്ഷെങ്കിലേ ആ മോളെ പറ്റി പറഞ്ഞ പടച്ചോനാണ് ഞമ്മക്ക് സൂപ്പർക്കും കിട്ടൂല. മുൻകറും നക്കീറും വന്ന് ഖബറ് ചോദ്യം ചെയ്യുമ്പോ ഈ മൊയ്തീൻ ഉത്തരം കിട്ടൂല മുസ്തഫ. അതുകൊണ്ട് പറയാ, കുടിയിലായാലും മാളികയിലായാലും ആ കുട്ടിക്ക് ഒരുപോലെ. അതൊക്കെ വെറുതെ പറയാ മൊയ്തീൻക. കുറെ കഷ്ടപ്പാടൊക്കെ സഹിക്കുമ്പോഴേ ഇത് വേണ്ടേനൊന്ന് ഏത് പെണ്ണിനും തോന്നും. പിന്നെ ഞമ്മളിടയിൽ ഈ മൊഴിയൊല്ലലും രണ്ടാം കെട്ടലൊക്കെ പുതുമുള്ള കാര്യമൊന്നല്ലല്ലോ മുസ്തഫേ. അന്റെ കായ് കുറെ നമ്മൾ വാങ്ങിക്കണം. പക്ഷെ ഈ കാര്യത്തിൽ ഈ മൊയ്തീനെ കിട്ടൂല. പള്ളി പോവാൻ നേരായി, നമ്മൾ പോവാ. എന്തൊരു ജടയാ മുടിയില്. പറഞ്ഞാൽ അമ്മായി ചെയ്യിക്കെട്ടി തരൂലെന്റെ മോക്ക്. അതൊന്നും സാരമില്ല അമ്മായി. അല്ലെങ്കിൽ തന്നെ ഇവിടെ എടുപ്പത് പണിയുണ്ട്. അമ്മായിക്ക് അതിന്റെ ഇടയില് എന്റെ മുടിന്റെ കാര്യം പറയാനാ നേരം. പുത്തമ്പര മാളിയിലെ കുട്ടീനെ ഇങ്ങനെ നടത്തിയാല് ആളുകൾ എന്താ പറയാ? ഞാനിപ്പൊ ഇവിടുത്തെ അല്ലേ, പുത്തമ്പുര മാളികയിലെ അല്ലല്ലോ. ഈ പെണ്ണിന്റെ ഒരു കാര്യേ. നാലുന്റെ നജീബ് ഭാഗ്യമുള്ളവനാ. അല്ലാണ്ട് മനസ്സും മുഖവും ഒരുപോലെയുള്ള കുട്ടീനെ കിട്ടുവോ? മീനുണ്ടിയില്ല, നന്നായി കറി വെച്ചതാ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. മോൻ കുളിച്ചെരുമ്പളക്കിന് ഞാൻ ചായ ഉണ്ടാക്കാം. ഇന്നും കടവില് പണിക്ക് പോയില്ലേ? വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയാ. അറിയാം, ഒരുപാട് കഷ്ടപ്പെടാനുണ്ട് വേണ്ടി. ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇത്തിരി കഷ്ടപ്പെടുന്നത് ഒരു സുഖ.
അതാ ഞാൻ അനുഭവിക്കുന്നത്. എന്റെ പുണ്യ എന്റെ നജീബിക്ക. എടാ നജീബേ, ഹരിയടാ, ഇങ്ങോട്ട് വരണ്ടിയിരുന്നില്ല എന്ന് സത്യത്തിൽ തോന്നുന്നുണ്ട് ഇപ്പോൾ. ഈ മണൽപ്പരപ്പിൽ നഷ്ടങ്ങൾ ഒരുപാടാണ്. നമ്മുടെ മേഫലുകൾ, അകലാപ്പുഴ, സ്വപ്നങ്ങൾ എല്ലാം മണൽക്കാറ്റിൽ മൂടിപ്പോന്നു. ഇന്ദുവിൻ്റെ കല്യാണം, മരുന്ന് മണക്കുന്ന മുറിയിൽ എൻ്റെ നന്മകൾക്ക് വേണ്ടി സ്വയം നേർച്ചയായി വീഴുന്ന അമ്മയുടെ ദൈന്യതയാർന്ന മുഖം, ഇതൊക്കെ മാത്രമാണ് നജീബേ എന്നെ ഈ വരണ്ട മണൽക്കാട്ടിൽ തളച്ചിടുന്നത്. ആ, നിന്റെ വിസ കാര്യം എന്തായി? ഇവിടെ നീ ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്കൊരു ആശ്വാസമായനെ. ഏജന്റിനെ പറ്റി ശരിയായി അന്വേഷിച്ച് മാത്രം പണം കൊടുക്കണം. കെട്ടുതാലി വിറ്റ പണമാണ് എന്ന ഓർമ്മ അതുണ്ടാവണം. അതെ അതെ, കെട്ടുതാലി വിറ്റും വീടും പറമ്പും പണം വെച്ചിട്ട് തന്നെയാ എല്ലാരും അക്കരക്ക് പോണത്. ഉസ്മാൻ ഖാൻ എന്റെ അവസാനത്തെ പിടിവള്ളിയായത്. അപ്പറഞ്ഞതിലൊരു സംശയത്തിന്റെ സുനില്ലേ? ഉണ്ട്, ഉണ്ടാവണം. സംശയം ഉണ്ടായിട്ടൊന്നുമില്ല. സംശയിച്ചാൽ തെറ്റില്ല മോനെ. കാരണം വിസക്ക് പൈസ വാങ്ങി മുങ്ങണ ഒരുപാട് ഹിമാറുകളുണ്ട് ദുനിയാവില്. പക്ഷെങ്കിൽ ഈ അബുദാബി ഉസ്മാൻ പറ്റിക്കൂല. ഈ പറഞ്ഞോളി, അറബി നാട് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പൊന്നല്ലേ വിളയുന്നത്, പൊന്ന്. പണിയെടുക്കുന്നതിനിടക്ക് നീ ഒരു മൂളിപ്പാട്ട് പാടി നിൽക്കട്ടെ, അത് ഷെയ്ക്ക് കേട്ട എന്താ സ്ഥിതി? അന്നെ പൊക്കിക്കൊണ്ടുപോലേ കൊട്ടാരത്തിലേക്ക്. പിന്നെ ഞാരാ? സൗദി അറേബ്യയിലെ യേശുദാസ്. വലിയ പൈസക്കാരനാവുമ്പോ ഞമ്മളെ കണ്ട കാറ് നിർത്തി സലാം ചൊല്ലി പോണ വഹയാ. റബ്ബിന് മനസ്സിൽ വെച്ച പൈസ ഒന്നുകൂടി അടുത്ത വ്യാഴാഴ്ച പോവുക ഇൻഷാ അല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീം. എനിക്കാവൂല നജീബിക്കാനെ കാണാതെ ജീവിക്കാൻ. എനിക്കറിയാം, പക്ഷേ പോണം മോളെ. നാളെ ഒരു കാലത്ത് നമുക്ക് പറക്കാൻ പോകുന്ന കുട്ടി ചോദിക്കരുത്, ഉപ്പയമ്മയും എന്തിനാ എന്നെ ദാരിദ്ര്യത്തിലേക്ക് ഇറക്കി വിട്ടെന്ന്. ഇപ്പോ ഞാനൊരു ഭാരമായെന്ന് തോന്നുന്നുണ്ടോ നജീബിക്ക? തോന്നുന്നുണ്ട്. ഭാരന്നല്ല, എൻ്റെ ഭാഗ്യാണ്. എന്നെ ഓർത്ത് ഒരുപാട് നനഞ്ഞതല്ലേ കണ്ണുകൾ. ഇനി മതിയാക്ക്, ഒന്ന് ചിരിച്ചൂടെ? ഏതു മരുഭൂമിയിലെ ചൂടിലും എൻ്റെ മനസ്സിൽ ഈ പുഞ്ചിരിയുടെ കുളിരുണ്ടാവും. അത് മതി നജീബിന് പ്രതീക്ഷയോടെ ജീവിക്കാൻ. മോനെ രാമകൃഷ്ണ, ഈ രാമകൃഷ്ണല്ല സീതാലിക്ക, നജീബ്, സുബേദയുടെ നജീബ്. എൻ്റെ റബ്ബേ, എന്നിട്ട് ബോംബെയിൽ ഏജന്റിനെ വിളിച്ചു നോക്കില്ലേ? അയാൾ തന്ന നമ്പറിൽ ഒരുപാട് വിളിച്ചു, പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. എന്നിട്ട് എന്താ വനക്ക? അറിയാത്ത നാട്, അറിയാത്ത ഭാഷ, അവസാനത്തെ പ്രതീക്ഷയും മറ്റു നിമിഷങ്ങൾ. കയ്യിൽ കഷ്ടിച്ച് തിരികെ എത്താനുള്ള പണം മാത്രം. ജീവിതം അവസാനിപ്പിച്ചാലോന്ന് വരെ ഓർത്തുപോയി ഞാൻ. പടച്ചോൻ ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട് നജീബേ. അല്ലാണ്ട് ഈ ദുനിയാവിലെ ജീവിതം ഒടുങ്ങൂല. തലങ്ങും വിലങ്ങും തീവണ്ടികൾ പായുന്ന ബോംബെയിലെ റെയിൽവേ ട്രാക്കിനരികിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഞാൻ നിന്നു. സ്വന്തം ബീബിയുടെയും കുട്ടികളെയും മുഖം മനസ്സിലുള്ളപ്പോൾ ജീവിതം അങ്ങനെ തീർക്കാൻ കഴിയില്ല നജീബേ. സത്യം, മരണത്തിൽ നിന്ന് എന്നെ തിരിച്ചു വിളിച്ചത് മനസ്സിൽ തെളിഞ്ഞ അവളുടെ മുഖമാണ്.
തൻ്റെ കൂടെ ദുരിതം പങ്കുവയ്ക്കാൻ ഇറങ്ങി തിരിച്ച എൻ്റെ സുബൈദയുടെ മുഖം, കരലൊരുക്കുമ്പോഴും കനക നിലാവ് പോലെ ചിരിക്കാൻ അറിയുന്ന എൻ്റെ പെണ്ണിൻ്റെ മുഖം. എന്നിട്ട് എൻ്റെ ബീബീൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയിക്കൂടേനോ? ഒടുവിൽ ഞാൻ അത് തന്നെ തീരുമാനിച്ചു. തിരിച്ചു പോവുക, നാട്ടിൽ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് മടങ്ങി. പണത്തിന്റെ കാര്യോർത്ത് വിഷമിക്കണ്ട. ഇത് വിറ്റ് വിസയ്ക്കുള്ള പൈസ കൊടുക്ക. വേണ്ട, അത് ശരിയാവൂല. അതെന്താ ശരിയാവാത്തെ? നമുക്ക് വേണ്ടിയല്ലേ, പിറക്കാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ. നിന്റെ ഉപ്പ നിനക്കിട്ട വിലയായത്. ഉപ്പ 5 പവനും 5000 റുപ്യ എനിക്ക് വിലയിട്ടാലും നജീബ് ഖാന്റെ കൽബില് എന്റെ വില മറ്റെന്തിനും മേലെയല്ലേ. ഏയ് 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 വാ, ഒരു ചാടിക്കാം വാ. ചെയ്താലിക്കാ സ്ട്രോങ് ആയിട്ട് 2 ചായ അടിക്ക്. ആയിക്കോട്ടെ. ഒന്നിന് മധുരം വേണ്ടട്ടാ. ചായ. എൻ്റെ അനിയൻ എങ്ങനത്തോനും ആട്ടെ, ഓന്റെ മയ്യത്ത് കാണാൻ പോലിയേ. വിവരമറിയാൻ ഞാൻ നാട്ടിലെ വായനശാലയിലേക്ക് വിളിച്ചു. അമീറിന്റെ ഇക്കാക്കയായതുകൊണ്ട് ഞാനും അവരുടെ സംഘടനയിൽ അംഗമാണെന്നും അവന്റെ കൊലയാളികൾ എന്നെ തിരയുന്നുണ്ടെന്നും നാട്ടിലേക്ക് മടങ്ങുന്നത് അപകടമാണെന്നുമാ അവിടെ നിന്ന് അറിഞ്ഞത്. നജീബക്ക, നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരണ്ട. വന്നാല് അവർ അമീറിനെ കൊന്ന പോലെ നിങ്ങള് ഇപ്പൊ നിങ്ങള് ഗൾഫിലെത്തിയില്ലേ, നിങ്ങൾ അവിടെ തന്നെ നിന്നോളി. എല്ലാം ഒന്ന് ശരിയാവണത് വരെ. സ്വന്തം കൂടപ്പുറപ്പിന് വേണ്ടി ഒരു മയ്യത്ത് നമസ്കാരം പോലും നടത്താൻ കഴിയാതെ, ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതെ ഞാൻ ആ ഇരുളിൽ തനിച്ചു നിന്നു.
ആരാത്? ആരാ? ആ, അതിരാവിലെ ലോറി വന്ന ആളല്ലേ? എന്തേ പോയില്ലേ? നല്ല മഴയാ വരാൻ പോന്നത്. തണുത്ത് വിറച്ച് ചത്തോ ഇഷ്ട. ആട്ടെ, എന്താ എന്റെ പേര്? രാമകൃഷ്ണൻ. പണി അന്വേഷിച്ച് വന്നതാ? ആ, എന്തേ നമ്മളെ വീടിയെ കൂടുന്നോ? ക്ലാസ്സും ബസ്സും കേൾക്കാനും പൊറാട്ടേൻ്റെ മാവ് വയ്ക്കാൻ ഒരാളാവുമല്ലോ. എന്തേ നിൽക്കണേ? ആ, അങ്ങനെ നജീബ് രാമകൃഷ്ണനായി. അപ്പൊ എന്റെ ദോസ്ത് ആ ഹരിന്റെ ഒരു വിവരമില്ലേ? 2 വർഷം മുമ്പ് വരെ ഹരിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് അയക്കുന്നത് പോലെ എൻ്റെ വീട്ടിലേക്ക് കത്തും പണവുമെല്ലാം എൻ്റെ പേരിൽ അയച്ചത് ഹരിയാണ്. ഒരിക്കൽ ഹരി ഇവിടെ വന്നിരുന്നു. വേണ്ട നജീബ്, നീ ഇപ്പം നാട്ടിലേക്ക് പോകണ്ട. ഇവിടെ നീ ഇപ്പോൾ സുരക്ഷിതനാണ്. വയ്യ ഹരി, കള്ളപ്പേരിൽ ഇങ്ങനെ കഴിയാൻ. സ്വന്തം നാട്ടിൽ പ്രവാസിയായി, എല്ലാവരും ഉണ്ടെങ്കിൽ അനാഥനായി ജീവിച്ചു തീർക്കേണ്ടി വരുന്ന ജീവിതം ഇനി വയ്യ. എനിക്കറിയാം, പക്ഷേ കുറച്ച് നാൾ കൂടി ഇങ്ങനെ കഴിഞ്ഞേ പറ്റൂ. എല്ലാ ദുരിതപർവ്വങ്ങൾക്കും ഒരവസാനമുണ്ട്. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. എന്റെ സുബൈദയുടെ മുഖം നെഞ്ചി കിടന്ന് വിങ്ങുക ഹരി. മറ്റുള്ളവർക്ക് രാമകൃഷ്ണനും സ്വന്തം ആത്മാവിന് നജീബുമായ ഞാൻ ഏത് ദൈവത്തിനോടാ പരാതി പറയേണ്ടത്? കൃഷ്ണനോടോ അതോ അള്ളാഹുവിനോടോ? ഏയ് നജീബേ, എല്ലാം നേരെയാവുന്ന ആശ്വസിപ്പിക്കാനേ ഈ ചങ്ങാതിക്ക് കഴിയും. അപ്പൊ നിനക്ക് ഇടയ്ക്ക് നാട്ടിലേക്കൊന്ന് വിളിക്കായിരുന്നില്ലേ? നാട്ടിൽ ഫോൺ ചെയ്യാനുള്ള ഏക വഴി വായനശാലയായിരുന്നു. അതും അടഞ്ഞു കിടക്കാന്നറിഞ്ഞത്. അതോടെ എൻ്റെ പെണ്ണിൻ്റെ ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ കഴിയാതെയായി. എനിക്ക് കാണണമെന്ന് തോന്നുന്നില്ല അവരെ. ഒരു നിസ്സഹായൻ്റെ ആഗ്രഹത്തിന് എന്തു വിലയാ ചെയ്താലിക്ക. അപ്പോ കഴിഞ്ഞ 2 വർഷമായിട്ട് ഹരി എൻ്റെ കത്തും പണമൊന്നും വീട്ടിലെത്തിച്ചില്ലായിരുന്നു. ഒരു കത്തെങ്കിലും അയച്ചിരുന്നെങ്കിൽ ആ പാവങ്ങൾ നെഞ്ഞുരുകാണ്ട് ജീവിച്ചേനെ. അന്ന് വന്നു പോയതിനു ശേഷം ഹരിയുടെ ഒരു വിവരമില്ല. ബന്ധപ്പെടാൻ പലവട്ടം ശ്രമിച്ചതാ ഞാൻ. അപ്പോ ഓനും തന്ന് എനിക്ക് പണിയല്ലേ? ഇല്ലക്ക, എല്ലാവർക്കും വേണ്ടി നോവുകൾ ഏറ്റുവാങ്ങനെ എന്റെ ഹരിക്ക് കഴിയൂ. അവന്റെ പ്രതീക്ഷകൾ ഒരിക്കലും സാക്ഷാത്കരിക്കില്ലെന്നുള്ള തിരിച്ചറിവിൽ ഒരു പക്ഷേ, അറിയില്ല, എനിക്കൊന്നും അറിയില്ല. രജീവിക്ക, എവിടെയാ നിങ്ങള്? നമ്മുടെ മോളെ കാണണ്ടേ നിങ്ങക്ക്? പെൺകുട്ടി പിറന്ന ഗസാലിയാന്ന് പേരിടണോന്ന് ആശയായിരുന്നില്ലേ? ഈ മുഖത്തേക്കൊന്ന് നോക്ക്. എത്ര കാലം ഉപ്പാന്റെ ഫോട്ടോ കാണിച്ച് മോളെ നിന്റെ ഉപ്പ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഈ പാവത്തിനെ പറ്റിക്കുന്ന. സമാധാനമായിരിക്കും, നജീബ് തിരിച്ചു വരും. നിങ്ങൾക്ക് സന്തോഷത്തോട് കൂടിയിരിക്കാം. നമുക്ക് സൗദി എംബസിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും വരുത്താൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളൊക്കെ എങ്ങനെ കരഞ്ഞാലെങ്ങനെ? നജീബ് സൗദി അറേബ്യയുടെ ഏതെങ്കിലും ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ ഇരുന്ന് നിങ്ങൾ ഈ പരിപാടി കാണുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ മകളും നിങ്ങളുടെ ഭാര്യയും കുടുംബവും നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്നായി മോനെ നിന്റെ തീരുമാനം. പോണം. പടപ്പുകളെ കാക്കുന്നവനാണ് അല്ലാഹു. ഓൻ എന്നെ കൈവിടൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
പരമകാരുണികനായ തമ്പുരാനെ, നിന്റെ ഈ കുഞ്ഞിനെ കാത്തോളണേ. ഇനിയും വയ്യ സീതാലിക്ക. ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെടുമായിരിക്കാം. സാരമില്ല. അതിനു മുമ്പ് എനിക്ക് അവരെ ഒന്ന് കാണണം. അവരുടെ മുഖം കാണുന്നത് വരെ ആരുടെയെങ്കിലും വളമര തുമ്പിൽ എന്റെ ജീവൻ ഒടുങ്ങാതിരിക്കാൻ ഇക്ക പ്രാർത്ഥിക്കണം. യാ റബ്ബേ. വരുന്നുണ്ടാ പന്നീന്റെ മോൻ. വാ. ആള് മാറിപ്പോയെന്നാ തോന്നുന്നു. കളഞ്ഞിട്ട് പോരി. ഈശ്വരൻ ഒരു വലിയ അത്ഭുതമാണ്. അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തിന്റെ കടാരത്തുമ്പിൽ ഒതുങ്ങുമായിരുന്നു നിങ്ങളുടെ ജീവിതം. പക്ഷേ അവർക്ക് തന്നെ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ തോന്നിയത് മഹാഭാഗ്യം. നന്ദി എന്നോടല്ല പറയേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ആ മഹാകാരുണികനോട് കണ്ണീരോടെ അപേക്ഷിച്ചുകൊണ്ടിരുന്ന സ്നേഹത്തിന്റെ ആ ആൾ രൂപങ്ങളോടാണ്. വരൂ. നമ്മുടെ മോളായത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാ, എത്ര ജന്മങ്ങൾ നിസ്കരിച്ചാലാണ് ഈ സ്നേഹത്തിന്റെ കടം വിട്ടാനാവുക? റബ്ബിൽ ആലമീനായ തമ്പുരാനെ. ah